കെ മുരളീധരനുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കണം. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയാണെന്നാണ് പറയുന്നത്. എന്താണ്? ഞാൻ അദ്ദേഹത്തിന് ഒന്ന് വിളിക്കട്ടെ, ഇത് സമയം കിട്ടിയിട്ടില്ല. നമുക്ക് തന്നെ വിളി വന്നുകൊണ്ടിരുന്നിട്ട് ഫോൺ എടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു മുതിർന്ന നേതാവാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവവും കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നേതൃത്വത്തിൽ ഒരു അത്യാവശ്യ അംഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം മാറി നിൽക്കാൻ ഒരു ആവശ്യം ഞാൻ തോന്നുന്നു, എനിക്ക് തോന്നുന്നു. നോക്കൂ, എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാവും. ആരും പറയുന്നില്ല ഈ ജനാധിപത്യത്തിൽ ഏത് പാർട്ടിയും 100% പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേൾക്കണം നമ്മൾ നേതാവ്, അതിനെക്കുറിച്ചൊരു സംശയമില്ല. പക്ഷേ മാറി നിൽക്കണതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ ഇലക്ഷനിലും ചിലർക്കും വിജയം ചിലർക്ക് പരാജയം ഉണ്ടാവുമല്ലോ. എന്ത് പറ്റി തൃശ്ശൂരിൽ ആൾക്കാർ പഠിക്കും, സംശയമില്ല, പഠിച്ച് മനസ്സിലാക്കണം. ഇപ്പോഴും നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം പാർട്ടിയെ നയിക്കുന്നത്. ആ നിലയിലൊരു പരിഗണന അദ്ദേഹത്തിന് തൃശ്ശൂരിൽ നിന്ന് ലഭിച്ചില്ല. താഴെത്തട്ടിൽ പ്രവർത്തനം സജ്ജമായില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മാനസികമായ അദ്ദേഹത്തിന്റെ മടുപ്പുണ്ടാകുന്നത്. അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് പറയാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് പരാതികളുണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറായിരിക്കണം നമ്മുടെ നേതൃത്വം. പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ പാർട്ടിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യമാണ്. തിരുവനന്തപുരത്തെ കാര്യങ്ങൾ കണക്കടിസ്ഥാനത്തിൽ പരിശോധന ആരംഭിച്ചോ? അതിന് തന്നെ ഇപ്പോൾ പോകുന്നത്. ആരംഭിക്കാൻ മാത്രമല്ല, അതിന് കുറച്ച് നീട്ടാൻ ആവശ്യമുണ്ട്. കാരണം ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ തലസ്ഥാന ഡിസ്ട്രിക്ട് ശരിക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മാത്രമല്ല, ആറ്റിങ്ങലിലും BJPയുടെ വലിയൊരു വളർച്ച വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ അഥവാ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ 16,000 വോട്ട് കൊണ്ട് തോറ്റിട്ടുണ്ടെങ്കിൽ ആറ്റിങ്ങലിലും മുരളീധരൻ 17,000 വോട്ടിന് തോറ്റിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്താണ് വിഷയങ്ങൾ, എന്താണ് ഫാക്ടേഴ്സ്, നമ്മളുടെ വഴിക്ക് എന്താണ് മെച്ചപ്പെടുത്തേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ഈ തരൂർജി, താങ്കൾ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിലും താങ്കളുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് ഈ 4ാം തവണ സക്സസ് ആയി. പക്ഷെ പാർട്ടി എന്നുള്ള നില ആ നിലയ്ക്ക് പിന്തുണ ഈ ജില്ലയിൽ നിന്ന് ഇതൊക്കെ ചില കാര്യങ്ങൾ പാർട്ടിയുടെ അകത്ത് സംസാരിക്കുകയാണ് ഭേദം. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പറയാൻ എനിക്ക് ആഗ്രഹമില്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മളെല്ലാവരും വലിയൊരു വിജയം, ശരിക്ക് ഈ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ BJP സർക്കാരിനൊരു വിജയം കിട്ടിയിട്ട്, പക്ഷേ അത് ഒരു പരാജയം പോലെ തോന്നുന്നൊരു വിജയമാണ് അവർക്ക് കിട്ടിയില്ല. ഞങ്ങളുടെ ഒരു പരാജയം നമ്മൾ വിജയം പോലെ തോന്നുന്ന ഒരു പരാജയമാണ്. ആ മൂഡിൽ നമ്മൾക്ക് ഈ സമയത്ത് നെഗറ്റീവ് മാത്രം നോക്കിയാൽ പോരാ. പല നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട് പാർട്ടിക്ക്, ഭാരതം മുഴുവനും, കേരളത്തിൽ 18 സീറ്റ് UDFന് കിട്ടിയത് നല്ലൊരു ആഘോഷിക്കാനൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എടുത്തെടുപ്പ് തന്നെ ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കാൻ ആവശ്യമില്ല. എല്ലാ ചർച്ച ചെയ്യാനും മനസ്സിലാകാനും സമയം വരും. ഈ കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ്, ഈ 3 മണ്ഡലങ്ങൾ, നഗരത്തിലെ മണ്ഡലങ്ങൾ, നഗരത്തിൻ്റെ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സിറ്റി ഏരിയയിലും നമ്മൾ പിന്നോട്ട് പോയി. അത് നേരത്തെ നമ്മൾ കണക്ക് കൂട്ടിയിരുന്നത് 25,000 വോട്ട് അവർ വന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണോ? അത് നമ്മുടെ വോട്ടിൽ നിന്ന് UDF ബാങ്കിൽ നിന്ന്, വോട്ട് ബാങ്കിൽ നിന്ന് അടിയൊഴുക്കുണ്ടായി? അല്ല, കുറച്ച് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ കണ്ടത് നേമത്തിലും വട്ടിയൂർക്കാവിലും ഞങ്ങളുടെ പ്രചരണത്തിൽ ചില കുറവുണ്ടായിരുന്നു. അത് പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്യാനുള്ള വിഷയമാണ്. കഴക്കൂട്ടത്തിൽ ഞങ്ങൾ ശരിക്കും ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് മഹാമോശം സ്ഥിതിയായിരുന്നു. ഇത് ഈ 3 എണ്ണത്തിൽ ഞങ്ങൾക്ക് വലിയൊരു ഒരു ഞെട്ടാനൊരു സർപ്രൈസായിട്ടൊന്നും ഇല്ല. ഇതെല്ലാറ്റിലും നമ്മൾക്ക് ഉറപ്പമായിരുന്നു കുറച്ച് പുറകെ ആയിരിക്കുന്നു. പക്ഷേ ഇത്ര പുറകെ ആവുമെന്ന് ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവില്ല. നിയമത്തിൽ നമുക്ക് ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് നല്ലൊരു പുരോഗതിയാണ് ഞങ്ങൾ കണ്ടത്, മറ്റേ ഭാഗത്ത് അത്ര നന്നായി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയ ഒരു പരാജയമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഇതൊരു വലിയൊരു പരാജയമായിരുന്നു നിയമത്തിൽ. മറ്റേ 2 സ്ഥലത്തിൽ മോർ ഓർ ലെസ് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എണ്ണം വന്നത്. പക്ഷേ അത് പോരാ. നമ്മൾക്ക് ഇതെല്ലാം ഞാൻ 3 തവണ ജയിച്ച വട്ടിയൂർക്കാവാണ്, ഞാൻ 2 തവണ ജയിച്ച കഴക്കൂട്ടമാണ്. പിന്നെ ഒറ്റ ഒരു സമയത്തേക്ക് നിയമം ജയിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോകുമ്പോൾ ഞാനോ ഇനി വരാൻ പോകുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കോ എന്തൊക്കെയാണ് ശരിയായി ചെയ്യാനുള്ളതെന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ഒരു പാർട്ടി പറഞ്ഞാൽ ഒരു വ്യക്തിയല്ലല്ലോ, ഒരു സ്ഥാപനമാണ്. പാർട്ടിക്ക് ഭാവിയെക്കുറിച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ. അതിന് മുമ്പ് അടുത്ത വർഷം നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാമല്ലോ നിയമസഭ വരുന്നുണ്ട്. ഇതിലെല്ലാറ്റിലും കോൺഗ്രസ് പാർട്ടി നല്ലൊരു സ്ഥാനത്ത് വരണം ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടല്ലോ അതിനുവേണ്ടി എന്തൊക്കെയാണ് പാഠങ്ങൾ പഠിക്കേണ്ടതെന്ന് ആ ചർച്ച കേരളത്തിലും ഡൽഹിയിലും നടത്തേണ്ടി വരും. ഒറ്റ ചോദ്യം, അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ TDP BJP ആയിട്ട് വിലപേശൽ ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.
അതിനെക്കുറിച്ച് ഞാൻ ഡൽഹി പോയ ശേഷം നോക്കിയിട്ട് കേട്ടിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ പോലെയല്ല ഞാനും കേട്ടിട്ടുള്ള ഇവിടെയൊക്കെ റൂമേഴ്സൊക്കെ. പക്ഷേ എണ്ണം നോക്കി മനസ്സിലാക്കണം നമുക്ക് കാര്യങ്ങൾ. പ്ലസ് രാഷ്ട്രപതിക്ക് ഒരു വലിയൊരു കൈയുണ്ട് ഇതിൽ. കാരണം ലാർജസ്റ്റ് സിംഗിൾ പാർട്ടി, ലാർജസ്റ്റ് സിംഗിൾ പ്രീ പോൾ അലയൻസ്, ഇതൊക്കെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സാധ്യത കൂടുതലാണ് അവരെന്നെ വീണ്ടും 3ാം തവണ ഭരിക്കും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വലിയൊരു പരാജയമായൊരു ഭരണമായിരിക്കാൻ പോകണം അവരുടെ. അപ്പോൾ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും, ഒരു സംശയമില്ല. BJPക്ക് ഒരിക്കലും പിന്നെ അവരുടെ കാൽക്കുലേഷൻ ഉണ്ടായിട്ടില്ല അവർക്ക് ഇത്ര വലിയൊരു വീഴ്ചയുണ്ടാവും. 303 വീണിരിക്കുന്നത് 241-2 അത് വലിയൊരു വീഴ്ചയാണ്. അപ്പോൾ അവർക്ക് ഇനി അത്ര എളുപ്പത്തിൽ പിന്നെ ഘടകകക്ഷി ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് 2 ഘടകകക്ഷി, മിനിമം 3 ഘടകകക്ഷികൾ അവരിപ്പം നിന്നാലേ അവർക്ക് ഭൂരിപക്ഷം വരെ എത്താൻ സാധിക്കും ഓരോരോ വിഷയത്തിൽ. അപ്പോൾ അവരുടെ ഭരണത്തിൻ്റെ സ്റ്റൈലേ ഒരു വലിയൊരു മാറ്റം നമുക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഒരു സംശയമില്ല, നല്ലൊരു മാറ്റം വരും. കാരണം അവർക്ക് ഇഷ്ടപ്രകാരം അവർ ചെയ്തിട്ട് മറ്റേവരോട് ടേക്കിട്ടോ ലീവിത്ത് പറയണമെന്ന് നടക്കില്ല. TDPൻ്റെ ആദ്യത്തെ അനുഭവം അവർ ഘടകകക്ഷിയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അകാലിദളിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ഒരു കാലത്ത് പിന്നെ നവീൻ പട്നായിക്കിൻ്റെ അനുഭവം, അതൊന്നും ആയിരിക്കില്ല ഇപ്പോഴത്തെ ഘടകകക്ഷികൾ. അത് കുറച്ചുകൂടി ശക്തി ഉണ്ടാവും. അതോടെ എങ്ങനെയായിരിക്കും ഈ സർക്കാർ ഭരിക്കാൻ പോകുന്നത് കാണാൻ അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പ്ലസ് നമുക്കറിയാമല്ലോ ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരാനുണ്ട്. 2026 നമ്മുടെ 91st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ലാപ്സാണ്. അതിൻ്റെ കാരണമാണ് നമുക്ക് ദക്ഷിണ ഭാരതത്തിൽ തെക്കൻ ഭാരതത്തിൽ നമുക്കൊരു ചെറിയൊരു രാഷ്ട്രീയ ശക്തി ഉള്ളത് ദേശീയ സ്ഥിതിയിൽ. കാരണം നമ്മളുടെ പിന്തുണ ഇല്ലാതെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പാസ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയാണ് സ്ഥിതി. പക്ഷെ അഥവാ അവരിപ്പോൾ ഈ അമെൻമെൻറ്റ് ലാപ്സായ ശേഷം അവർ എല്ലാ വരികളും വീണ്ടും വരച്ചിട്ട് ഒരു 2/3 മെജോറിറ്റി എന്നെ ഹിന്ദി ബെൽറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖചരിത്രമേ മാറും. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനും ഇതിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാനും ഒക്കെയാണ് ഞാൻ ഈ അടുത്ത വർഷങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധ വയ്ക്കാൻ പോകുന്നത്. വോട്ട് നോക്കൂ, എൻ്റെ എതിര് അത് പറഞ്ഞ കാരണമായിട്ട് എൻ്റെ എതിര് കേസുണ്ട്. അപ്പം ഞാനൊന്നും പറയാൻ പോകുന്നില്ല. എന്നോടത് കേട്ടോന്ന് ചോദിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ എതിരേക്ക് ഡൽഹിയിലും കേസുണ്ട്, കേരളത്തിലും കേസുണ്ട്. ഇനി ആ കേസായി സബ് ജുഡീഷ്യൽ കാര്യം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾ കേട്ടതൊക്കെ നിങ്ങൾ കേട്ടു, പനിയും കേട്ടതൊക്കെ പനിയും കേട്ടു. ഞങ്ങൾ ചില കാര്യങ്ങൾ കണ്ട് കേട്ടതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോൾ നമുക്ക് വെറുതെ അനാവശ്യമായിട്ട് കോടതിയിലെ സമയവും പണവും ചിലവാക്കാൻ പറ്റുന്നത് ഒന്നും പറയാനില്ല.